ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ ഉച്ചപൂജ കളഭാലങ്കാരം വർണ്ണിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തി ശ്രീ തിരുവാലൂർ ശ്രീകുമാരൻ നമ്പൂതിരി. ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് ഗുരുവായൂരപ്പന് ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നുണ്ണി കണ്ണനെ കാണാൻ നല്ല കൗതുകമുണ്ട്. കളഭാലങ്കാരത്തിൽ കാണാൻ നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഒരു കുഞ്ഞുണ്ണി, ഒരു മിടുമിടുക്കനൊരുണ്ണി. കുഞ്ഞിക്കാലുമില്ലത് ആ പൊൻതളകൾ അണിഞ്ഞിട്ടുണ്ട്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട്. കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു കാശുമാല ചാർത്തിയിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ നടുവിൽ സ്വർണ്ണ ഗോപി തിലകവും വെച്ചിട്ടുണ്ട്. നല്ല ആഭരണ വിഭൂഷിതനായിട്ട് തന്നെ ആ പൊന്നുണ്ണി കണ്ണനെ യശോദമ്മ നിർത്തിയിരിക്കണത് നല്ല ഭംഗിയായിട്ട്. കൈവളകൾ തൊൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഇടത്തെ കയ്യിലൊരു ഓടക്കൊള്ളി പിടിച്ചിട്ടുണ്ട്. വലത്തെ കയ്യിലൊരു പൂവും കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നിൽക്കണത്. അതെ, വലത്തെ കയ്യിലൊരു പൂവും ഇടത്തെ കയ്യിലൊരു ഓടക്കൊള്ളും അതിനെ പിടിച്ചുകൊണ്ടാണ് നിൽക്കണത്. താമരപ്പൂവാണ് വലത്തെ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. വലത്തെ കയ്യിലൊരു താമരപ്പൂവ് മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇടത്തെ കയ്യിലൊരു ഓടക്കൊള്ളും മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നിൽക്കണത്. നല്ല ഭംഗിയുണ്ട് ഉണ്ണി കണ്ണനെ കാണാട്ടോ. നല്ല കൗതുകമുണ്ട്. ഈ മാലകളും എല്ലാം അണിഞ്ഞിട്ട് നല്ല സുന്ദരനായിട്ടാണ് നിൽക്കുന്നത്. കണ്ടാൽ തന്നെ നല്ല സന്തോഷം. ഒരു മിടുമിടുക്കനൊരു ഉണ്ണി. കളഭാലങ്കാരം കാണാൻ അത്ര കണ്ട് ഭംഗിയുണ്ട്. ചെവിയിൽ ചെവി പൂക്കൾ, നെറ്റിമിൽ സ്വർണ്ണഗോപിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. നല്ല മന്ദഹാസത്തോടു കൂടി ഭക്തന്മാരെ അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ആ താമരപ്പൂവും ഓടക്കൊള്ളും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. പൊന്നിൻകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നിൻകിരീടത്തിൻ്റെ മുകളിലതാ 2 തിരുമുടി മാലകളാണ് ചാർത്തി. ഒന്ന് വെളുത്തൊരു താമര കൊണ്ടുള്ളൊരു തിരുമുടി മാല, പിന്നെ തെച്ചിയും വെളുത്ത പൂവായിട്ട് തിരുമുടി മാല. അങ്ങനെ 2 തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. അവരുടെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകളാണ് ചാർത്തിയിരിക്കുന്നത്. ഒന്നെങ്ങനെ വെച്ചാൽ വെളുത്ത പൂക്കൾ ധാരാളം, അതിൻ്റെ ഇടയിൽ തെച്ചിയും തുളസിയും കുറേശ്ശെ വീണ്ടും വെളുത്ത പൂക്കൾ, നല്ല ഭംഗി, നല്ല കനത്തിലാട്ടോ. അതൊക്കെ നല്ല കട്ടിയുള്ള മാലകളാണ്. മറ്റേ ഉണ്ടമാല എങ്ങനെ വെച്ചാൽ വെള്ള, ചുവപ്പ്, പച്ച ഒരേപോലെ അങ്ങനെയായിട്ടാണ്. അങ്ങനെ നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകളും 2 തിരുമുടി മാലകളും ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ നടുവിൽ ഒരു വെളുത്ത താമരപ്പൂവും ഓടക്കൊള്ളും പിടിച്ചിട്ട് ഉണ്ണിക്കണ്ണൻ അങ്ങനെ മന്ദഹാസത്തോടു കൂടി നിൽക്കുക, നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറായതുകൊണ്ട്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, കൈവിടരുതേ. അതുപോലെ ആ തിരുമുടി മാലകളുടെ മുകളിൽ വിധാനമായിട്ടത് 4-5 ഉണ്ടമാലകൾ ചാർത്തി. ഒരു ചുവന്ന താമര വലുതായിട്ടൊന്നും ചാർത്തി. അതിൻ്റെ ഉള്ളിൽ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ട് മാത്രമായിട്ട് ഒരു 4 4 ഉണ്ടമാലകളും, അങ്ങനെ 5 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തൊക്കെ നോക്കിയാൽ മിടുമിടുക്കനാ ഉണ്ണി നമ്മളെ നോക്കി ഇങ്ങനെ പുഞ്ചിരി തൂക്കിയും കൊണ്ടാണ് നിൽക്കണത്. ഗുരുവായൂരപ്പ പാദം തൊട്ട് നമസ്കരിക്കന്നെ. നാരായണ. നാരായണീയം ദശകം 91 ശ്ലോകം 10 മലയാള വിവർത്തനം. കാൺകേ സർവത്ര ദുഃഖം അലമുദിത വിവേകത്തോടാചാര്യവാക്കാൽ നേടും നിൻ രൂപതത്വം. ഗുണചരിതഗണം കേൾക്കയൻ ഭക്തിയേറും വെല്ലും മായാപ്രഭാവം പരമസുഖം മയം നിൻപതേ മോദമേൽക്കും വാഴ്ത്തിക്കൊണ്ടേൻ തുടക്കം. പവനപുരപതേ ലോകനാശം തരൂ നീ. നാരായണ നാരായണ. അങ്ങനെ ഉണ്ണിക്കണ്ണൻ്റെ തൃപാദത്തിൽ വീണ് നമസ്കരിച്ച് ആ സച്ചിദാനന്ദ ഘട്ടയുടെ അനുഗ്രഹം ഇങ്ങനെ ഏറ്റുവാങ്ങാൻ നമ്മൾ. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. ആ ഭക്തന്മാരെല്ലാവർക്കും അത് തന്നെയാണ് വേണ്ടത്. കണ്ണൻ്റെ അനുഗ്രഹം തന്നെയാണ് വേണ്ടത്. ആ മനസ്സോട് ഉറപ്പോടുകൂടി ആ കണ്ണൻ്റെ തൃപ്പാദത്തിൽ വീണ് നമസ്കരിച്ച്, പാതാരവിന്ദത്തിൽ വീണ് നമസ്കരിച്ച് ആ തിരുമുഖത്തേക്ക് നോക്കി ഉറക്ക നാമം ജപിക്കില്ലേ നമുക്ക്. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 നാരായണ. ഹരേ ഹരേ.